Hi students, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. കൊറോണ ഒക്കെ ആയതുകാരണം നിങ്ങൾ വീട്ടിൽ തന്നെ ആയിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ പാഠത്തിലേക്ക് നമ്മുടെ പുതിയ പാഠത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ചെയ്യുക നിങ്ങൾക്കൊരു പസിൽ തരും. ഓക്കെ, എപ്പോഴും ഒരു പസിൽ തരും. ആ പസിലിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പസിൽ കാരണം എൻ്റെ കയ്യിൽ 19 കോയിനുണ്ട്. എത്ര കോയിനുണ്ട്? 19 കോയിനുണ്ട്. 19 കോയിൻ. എനിക്ക് ഈ 19 കോയിനുകളെ ഒരു 9 സ്ട്രൈറ്റ് ലൈനായിട്ട് അറേഞ്ച് ചെയ്ത് നോക്കണം. എത്രയാണ്? 9 സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എൻ്റെ കയ്യിൽ 19 കോയിനുണ്ട്. ആ 19 കോയിനെ എനിക്ക് 9 സ്ട്രൈറ്റ് ലൈനായിട്ട് വെക്കണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ? ഓരോ ലൈനിലും 5 കോയിൻ വെച്ച് വേണം. 5 കോയിൻ. അതായത് എനിക്ക് ലൈൻ എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വേണം വരയ്ക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഓരോ ലൈനിലും 5 കോയിൻ വെച്ചെങ്കിലും കണ്ടിരിക്കണം. പോസിബിൾ ആണോ? ചിന്തിച്ചു നോക്കാം. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കയറാൻ പോവാണ്. വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ്. ഓക്കെ, അപ്പൊ ഏതിനെ എന്താ സൂചിപ്പിക്കുന്നത്? വണ്ടേഴ്സ്. എന്താണ് വണ്ടേഴ്സ്? വിസ്മയം. ശരി. അടുത്ത വാക്ക് വിസിബിൾ, കാണാൻ പറ്റുന്നത്. ശരി. മൂന്നാമത്തെ വാക്ക് ലൈറ്റ്, പ്രകാശം. കാണാൻ പറ്റുന്ന പ്രകാശത്തിന്റെ വിസ്മയം. ശരിയാണല്ലോ. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുമ്പോൾ വിസിബിൾ ലൈറ്റ്, കാണാൻ പറ്റുന്നത്. അപ്പൊ കാണാൻ പറ്റാത്ത ലൈറ്റ് ഉള്ളൂ? കാണുമായിരിക്കല്ലേ? ഉണ്ട്. കാണാൻ പറ്റാത്ത ലൈറ്റുകൾ നിങ്ങൾ വരുന്ന വർഷങ്ങളിൽ കാണാൻ പറ്റാത്ത ലൈറ്റുകളെ പറ്റിയിട്ട് പഠിക്കുന്നതായിരിക്കും. അതിന് പഠിക്കുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രോ എന്നൊക്കെ പറയുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ അകത്ത് ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് വയലറ്റ് തൊട്ട് റെഡ് വരെയുള്ള 7 കളേഴ്സ്. ഓക്കെ, ഇതൊക്കെ പറയുന്നത് 7 കളേഴ്സ് ഉള്ള വിസിബിൾ ലൈറ്റ്. ഇതിന്റെ അപ്പുറം കിടക്കുന്നതും ഇപ്പുറം കിടക്കുന്നതും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓർക്കണം, ഇതിന്റെ അപ്പുറത്ത് കിടക്കുന്നത് കാണാൻ പറ്റില്ല, ഇപ്പുറത്ത് കിടക്കുന്നതും കാണാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഒന്ന് അപ്പുറത്തോട്ടോ ഒന്ന് ഇപ്പുറത്തോട്ടോ പോയാൽ തവിട് കൂടി എന്ന് പറയുന്ന പോലെ ഒന്ന് അപ്പുറത്തോട്ട് പോയാലും കാണാൻ പറ്റില്ല, ഒന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോയാലും കാണാൻ പറ്റില്ല. ഈ വീട് ഇപ്പുറത്ത് കിടക്കുന്ന സാധനമാണ് UV എന്ന് പറയുന്നത്. UV നിങ്ങൾ കേട്ടിട്ടുണ്ട്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ. നമ്മുടെ ഓസോൺ പാളികൾക്ക് ദ്വാരം എന്ന് പറയുന്നത് കേൾക്കുന്ന ഒരു റേ. ഈ ആറിന്റെ അപ്പുറത്ത് വേറൊരു സാധനം IR, ഇൻഫ്രാറെഡ്. ഓക്കെ, അതായത് വീട് ഇപ്പുറത്തായിട്ട് കിടക്കുന്ന റേയാണ് UV എന്ന് പറയുന്നത്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ. ഈ ആറിന്റെ അപ്പുറത്ത് കിടക്കുന്ന റേയാണ് IR, ഇൻഫ്രാറെഡ്. ഈ ഇൻഫ്രാറെഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എവിടെയാണ്? നിങ്ങളുടെ TV റിമോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാണാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് ഉപയോഗിച്ച് കാണാൻ പറ്റും. പിന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല. നിങ്ങളൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കും, ക്യാമറ ഓണാക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റും. സിമ്പിൾ. IR, യെസ്, IR. അതായത് IR, UV ഇതിന്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ കാണാൻ പറ്റത്തില്ല. നമുക്ക് കാണാൻ പറ്റുന്നത് ഈ V തൊട്ട് R വരെയുള്ള 7 കളേഴ്സ് മാത്രമേ കാണാൻ സാധിക്കും. അപ്പൊ ഈ 7 കളേഴ്സിന്റെ ഒരു വണ്ടേഴ്സ്, അതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ലൈറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ലൈറ്റ്? എന്താണ് ലൈറ്റ്? നിങ്ങൾ കഴിഞ്ഞ വർഷം 6ാം ക്ലാസ്സിൽ ലൈറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? ലൈറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, ഫോം ഓഫ് എനർജി. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് എനർജി ക്യാൻ neither be created nor be destroyed but it can transform into one form to another. അതായത് എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ സാധിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ആ എനർജിയെ നമുക്ക് മറ്റൊരു ഫോമിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടു നമ്മുടെ ക്യാൻഡിലൈറ്റ് നിങ്ങൾ മണ്ണെണ്ണ കണ്ടിട്ടുണ്ടായിരിക്കും. ആ മണ്ണെണ്ണ കൂടെ ആ മണ്ണെണ്ണ നമ്മൾ കത്തിക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നത്? ആ മണ്ണെണ്ണ കളഞ്ഞ കെമിക്കലാണ്, കെമിക്കൽ എനർജിയാണ്. ആ കെമിക്കൽ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് എനർജിയായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചിന്തിക്കുക, നിങ്ങൾ ബൾബിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് എനർജിനെ
ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് ഒരു എനർജിനെ മറ്റൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്. അതോടൊപ്പം തന്നെ ഇറ്റ് helps us to see the things around us. അതായത് ലൈറ്റ് helps us to see the things around us. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ കാണാനായിട്ട് ലൈറ്റ് നമ്മളെ സഹായിക്കുന്നു. കിട്ടിയല്ലോ? അതായത് ലൈറ്റ് എന്ന് പറയുന്നത് is a form of energy and it helps us to see the things around us. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈറ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കുറച്ച് പ്രത്യേകത. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്ലക്ഷൻ. ഓക്കെ, റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ. ഓക്കെ, റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരു പന്ത് എടുത്തു, ഓക്കെ, ഒരു ബൗൺസിംഗ് പന്ത് എടുത്ത് നമ്മൾ നേരെ നമ്മുടെ തറയിലേക്ക് കയറി, എന്ത് സംഭവിക്കും? പന്ത് തിരിച്ചു വരും. ശരിയല്ലേ? ശരി. നമ്മളൊരു ഫുട്ബോളിലൊക്കെ നമ്മൾ കിക്കടിക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? ആ ബോള് അതേ ഡയറക്ഷനിൽ തിരിച്ചു പോകുന്ന കാണാൻ സാധിക്കും. ശരിയല്ലേ? ഇത് ചിന്തിക്കുക, നമ്മുടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സാധനം ലൈറ്റിനുമുണ്ട്. അവിടെ ലൈറ്റിന് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ബൗൺസിംഗ് ബാക്ക് ഓഫ് ലൈറ്റ് ആണ്. ബൗൺസിംഗ് ബാക്ക്. The bouncing back of light when it strikes on a surface is called as reflection. ഒരു വസ്തു പ്രകാശം ഒരു വസ്തുവിൽ തട്ടി അതേ പ്രതലത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് നമ്മൾ റിഫ്ലക്ഷൻ പറയുക. ഇതേ പ്രോപ്പർട്ടി നമ്മുടെ ലൈറ്റിലുണ്ട്. റിഫ്ലക്ഷൻ, ബൗൺസിംഗ് ബാക്ക് ഓഫ് ലൈറ്റ് is called as reflection. ഓക്കെ, നമുക്ക് ഈ റിഫ്ലക്ഷൻ എവിടെയൊക്കെ കാണാൻ സാധിക്കും? എവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്? നമ്മളൊരു പ്ലെയിൻ മിറർ എടുക്കാം. ഓക്കെ, നമ്മളൊരു പ്ലെയിൻ മിറർ എടുക്കാം. ആ പ്ലെയിൻ മിററിൽ ഇതാണ് പ്ലെയിൻ മിററിന്റെ ഒരു ചിത്രം. ഓക്കെ, പ്ലെയിൻ മിററിൽ നമ്മൾ ലൈറ്റ് വന്നിരിക്കുന്നു. ഓക്കെ, ലൈറ്റ് വന്നിരിക്കുന്നു. ആ ലൈറ്റ് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് അതേ ഡയറക്ഷൻ അതേ മീഡിയത്തിലേക്ക് തന്നെ പോകും. ഇത് രണ്ട് മീഡിയമാണ്. ഇത് മീഡിയം 1, ഇത് മീഡിയം 2. മീഡിയം 1 എന്ന് പറയുന്നത് എയർ ആണ്. ഓക്കെ, എയർ. രണ്ടാമത്തെ മീഡിയം എന്ന് പറയുന്നത് നമ്മുടെ പ്ലെയിൻ മിറർ ആണ്. ഓക്കെ, പ്ലെയിൻ മിററിലേക്ക് ലൈറ്റ് വന്നിരിക്കുന്നു. ഓക്കെ, ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു, അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഈ ഒരു പ്രതിഭാസത്തെ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ. The bouncing back of light is called as reflection. ഓക്കെ, നമുക്ക് രണ്ട് തരത്തിലുള്ള റിഫ്ലക്ഷൻസ് ഉണ്ട്. There are two types of reflection. First one is a regular reflection. Regular reflection. റെഗുലർ റിഫ്ലക്ഷൻ. ചിന്തിക്കുക, നിങ്ങളുടെ കയ്യിൽ ഞാനിപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു അലുമിനിയം ഷീറ്റ് തരികയാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള അലുമിനിയം ഷീറ്റ് തരികയാണ്. ഒരു പ്ലെയിൻ മിറർ. നിങ്ങൾ അതിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുന്നു. ഓക്കെ, നിങ്ങൾ അതിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുന്നു. നിങ്ങൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ആ ഇമേജ്, ടോർച്ചിന്റെ ആ ഇമേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭിത്തിയിലേക്ക് പതിപ്പിക്കാൻ സാധിക്കും. ശരിയാണോ? നിങ്ങൾക്ക് ആ ഇമേജ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ആ ലൈറ്റ് വരുന്നത് അതേ ഡയറക്ഷനിൽ നമുക്ക് ഭിത്തിയിലേക്ക് പതിപ്പിക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ ചിന്തിക്കുക, നിങ്ങളുടെ കയ്യിൽ രണ്ടാമത്തെ സാധനം എന്താണ്? രണ്ടാമത്തെ വസ്തു എന്താണ്? ഒരു അലുമിനിയം ഫോയിൽ. ആ അലുമിനിയം ഫോയിലേക്ക് നമ്മൾ വെട്ടടിച്ചു, എന്ത് സംഭവിക്കും? പെട്ട് അതുപോലെ തന്നെ നേരെ നമുക്ക് ഭിത്തിയിലേക്ക് പതിപ്പിക്കാൻ സാധിക്കും. അതായത് നമ്മൾ വസ്തുവിലേക്ക് വെട്ടമടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് വന്ന് ഒരു സ്മൂത്ത് സർഫസിലേക്ക് ഇടിച്ചു കഴിഞ്ഞാൽ when the light strikes on a smooth surface, okay, when the light strikes on a smooth surface it reflects regularly. അതായത് പൂർണ്ണമായിട്ടും ആ ലൈറ്റ് നമുക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിന് പറയുന്ന പേരാണ് റെഗുലർ റിഫ്ലക്ഷൻ. Okay, when the light strikes on a smooth surface it causes regular reflection. Okay, ഇനി അതുപോലെ തന്നെ റെഗുലർ അല്ലാത്ത റിഫ്ലക്ഷൻ കാണാറില്ലല്ലോ, ഉണ്ടായി. അതിന് പറയുന്ന പേരാണ് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലൈറ്റ് റെഗുലർ കേസിലെ ലൈറ്റ് സ്മൂത്ത് സർഫസിൽ ഇരിക്കുകയാണ്.
അല്ലേ? എന്നാൽ ഡിഫ്യൂസ് സർഫസിൽ, ഡിഫ്യൂസ് കേസിൽ ലൈറ്റ് ഒരു ഇറഗുലർ സർഫസിലേക്ക് ഇരിക്കുകയാണ്. അതായത് when the light strikes on a irregular surface, cause diffused reflection. എന്താണ് irregular? എന്താണ് irregular? നിങ്ങളുടെ കയ്യിൽ ആർക്കുണ്ടാകുന്ന സാധനം എന്തൊക്കെയാണ്? പ്ലെയിൻ ബലൂണും അലുമിനിയം ഫോയിലും അല്ലേ? അത് രണ്ടും മാറ്റി വെക്കുക. നിങ്ങളുടെ കയ്യിൽ തരുന്ന രണ്ട് വസ്തുക്കൾ എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു കളേർഡ് ആയിട്ടുള്ള ഒരു തുണി, ഓക്കെ, കളേർഡ് ആയിട്ടുള്ള ഒരു തുണി കഷ്ണവും അതോടൊപ്പം തന്നെ ഒരു കാർഡ്ബോർഡും തരികയാണ്. ഓക്കെ, ഈ രണ്ട് വസ്തുക്കളിലേക്ക് നിങ്ങൾ വെട്ടമടിച്ചു, ടോർച്ചടിച്ച് നോക്കി, നിങ്ങൾക്ക് പ്രകാശം ഒരു ഭിത്തിയിലേക്ക് പതിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും സാധിക്കത്തില്ല. അതായത് when the light falls on an irregular surface, it causes diffused reflection. നമുക്ക് irregular surface നമുക്ക് ഒന്നുകൂടെ പേരെടുത്താലോ, rough surface. കുഴപ്പമില്ല, ശരിയല്ലേ? അതായത് when the light falls on a rough surface, it causes irregular reflections. ഓക്കെ, അതിന് പറയുന്ന പേരാണ് diffused reflections. ഓക്കെ, നിങ്ങൾ കണ്ടറിയാം when നിങ്ങളുടെ കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈല് തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിഫലിക്കുന്നു. ഇതിനെയാണ് ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും. അതായത് പഠിച്ചിരിക്കുക, ഇത് റെഗുലർ ആയിട്ടുള്ള സർഫസ് ആണ്, ക്ലിയർ സർഫസ് ആണ്. ഇതിലേക്ക് ലൈറ്റ് വന്നിരിക്കുന്നു, അതിന് പൂർണ്ണമായിട്ടുള്ള റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. when the light falls on a smooth surface, it causes regular reflection. ഇനി അടുത്ത ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിഫലിക്കുന്നു. ഓക്കെ, മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിഫലിക്കുന്നു. ഇതിനെയാണ് വിസരിത പ്രതിപതനം അഥവാ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ when the light falls on a irregular surface or rough surface, it causes diffuse reflections. Clear? When the light falls on a rough surface, it causes irregular reflection called as diffused reflections. Clear? അപ്പോൾ നമ്മൾ പ്രകാശത്തിന്റെ എന്താണ് പ്രകാശം എന്ന് പഠിച്ചു. എന്താണ് പ്രകാശം? Light is a form of energy and it helps us to see the things around us. Second thing, light has several properties. First property is the reflection. What is reflection? The bouncing back of light. And there are two types of reflections. First one is the regular reflection. What is regular reflection? When the light falls on a smooth surface, it causes regular reflection. And what is second thing is diffuse reflection. When the light falls on a irregular surface, it causes diffuse reflection. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ 5ാം ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ. ഓക്കെ, നമ്മളിപ്പോൾ 5ാം ക്ലാസ് കയറി, 6ാം ക്ലാസ് കയറി, 7ാം ക്ലാസ് കയറി. ഇപ്പൊ 3 വർഷത്തെ പഠനമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുക? അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്കൊരു പ്രകാശത്തിന്റെ ഒരു സ്രോതസ് വേണം, ഒരു ലൈറ്റ് സോഴ്സ് വേണം. സെക്കൻഡ് തിങ് വസ്തു അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വേണം. തേർഡ് തിങ് ഐ. ഓക്കെ, അതായത് ലൈറ്റ് വന്ന് വസ്തുവിൽ ഇടിച്ച് തിരിച്ച് നമ്മുടെ കണ്ണിൽ വരുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് ആ വസ്തുവിനെ കാണാൻ സാധിക്കുക. ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോഴേക്കും നമുക്ക് എങ്ങനെയാണ് വസ്തുക്കളെ കാണാൻ തിരിച്ചറിയാൻ സാധിക്കുക? നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കണം അല്ലേ? വണ്ടിയുടെ ലൈറ്റ് ഓണാക്കിയാൽ മാത്രമേ നമുക്ക് രാത്രി കാലങ്ങളിൽ ആരെങ്കിലും നടന്നു വരുന്നുണ്ടോ, റോഡിലൂടെ നടന്നു വരുന്നുണ്ടോ, റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കാണാൻ അറിയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? എന്ന് പറയുന്ന പോലെ തന്നെ ലൈറ്റ് വന്ന് വസ്തുവിൽ ഇടിച്ച് തിരിച്ച് നമ്മുടെ കണ്ണിൽ വരുമ്പോൾ മാത്രമായിരിക്കാം നമുക്ക് വസ്തുക്കളെ കാണാൻ സാധിക്കുക. നെക്സ്റ്റ് വൺ ഈസ്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചിന്തിക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ മുഖം നോക്കുന്നത് ഏത് വസ്തു കൊണ്ടാണ്? നമ്മൾ മുഖം നോക്കുന്നത് നമ്മുടെ കണ്ണാടിയാണ് അല്ലേ? നമ്മൾ കണ്ണാടിയോട് നമ്മളെ കാണാൻ നോക്കുകയാണ്, നമ്മൾ നോക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മുടെ കൈ ഒന്ന് നോക്കുന്നു. നമ്മുടെ റൈറ്റ് ഹാൻഡ് നോക്കുമ്പോഴേക്കും അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇടത്തേക്ക് നോക്കുന്നത്. ആ ഇമേജ് നമ്മളെ ഇടത്തേക്ക് നോക്കുന്നത്. ഇതേ അവസ്ഥ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? പ്ലെയിൻ മിററിന് മാത്രം, അതാണ് മിറർ. നിങ്ങൾ ഏതെങ്കിലും വസ്തുക്കളൊക്കെ നമ്മൾ എന്തെങ്കിലും പേര് എഴുതി വെച്ചാൽ അത് തലതിരിച്ച് കാണപ്പെടുന്ന അവസ്ഥ. നമുക്ക് എക്സാമ്പിൾസ് കുറേ നോക്കാം. ഇവിടെ ക്ലോക്ക്
ഇവിടെ ഒരു ക്ലോക്കിനെ കളർ, ആ ക്ലോക്കിനെ നമ്മൾ ചെറിയ പ്രൈമർ വെച്ച് നോക്കിയപ്പോഴേക്കും എന്ത് സംഭവിക്കും? ഇത് 3 മണിയാണ്, തിരിച്ചു വയ്ക്കുമ്പോഴേക്കും തല തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ, ഇത് തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇതുപോലെ കുറെ എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. പ്ലെയിൻ മിററിന്റെ വലിയൊരു പ്രത്യേകതയാണ് ഇവിടെ കാണാൻ സാധിക്കുക. പ്ലെയിൻ മിററിൽ ചിന്തിക്കുക, നമ്മുടെ ഈ വ്യക്തി വന്നിരിക്കുന്നതാണല്ലോ, ഫസ്റ്റ് ഈ വ്യക്തിയെ നമ്മൾ കണ്ടു, ശരിയല്ലേ? ഈ വ്യക്തി സെയിം തന്നെയല്ലേ, ശരിയല്ലേ? അതായത് രണ്ട് വസ്തുക്കളുടെയും സൈസുകൾ സെയിം തന്നെയായിരിക്കും. ഓക്കെ, the size of the image and the size of the object will be the same. Okay, first property video, plane mirror first property video, plane mirror first property ആണ് size of the object and the size of the image both will be same. Second thing, the distance between, okay, distance between the mirror to the object and the distance between mirror to the image both will be the same. അതായത് രണ്ട് വസ്തുവിലേക്കുള്ള, അതായത് ഞാനും മിററിലേക്ക് ഒരു മിറർ നിൽക്കാൻ വിചാരിക്കുക, ഈ മിറർ നിൽക്കാൻ വിചാരിക്കുക, ഞാനും മിററും തമ്മിലുള്ള ദൂരവും ഈ മിററും അതിനകത്തുണ്ടാകുന്ന ഇമേജും തമ്മിലുള്ള ദൂരവും സെയിം തന്നെയായിരിക്കും. ഓക്കെ, നമുക്ക് രണ്ട് കാര്യം കിട്ടിയോ? ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം സൈസ് ഓഫ് ദ ഇമേജ് ആൻഡ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് is same. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് will be same from the mirror. Okay, from the mirror here, from the mirror will be same. Third thing, it causes lateral inversion. അതായത് തലതിരിച്ച് കാണിക്കുന്ന പ്രതിഭാസം, തലതിരിച്ച് കാണിക്കുന്ന പ്രതിഭാസം നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ പറയുന്നത്. അതായത് അടുത്തേക്ക് പൊക്കിയാൽ ഇവിടെ കിടത്തേക്ക് പൊക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ? നമ്മൾ പ്ലെയിൻ മിററിന്റെ 3 പ്രോപ്പർട്ടിയാണ് പഠിച്ചത്. ഫസ്റ്റ് വൺ, സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ദ സൈസ് ഓഫ് ദ ഇമേജ് വിൽ ബി സെയിം. സെക്കൻഡ് തിങ്, the distance between the object and the distance between the image from the mirror will be same. Third thing, it causes lateral inversion. Clear? 3 important properties of plane mirror. Next thing, how the images are formed. Okay, നമുക്ക് ഇനി റേസിനെ പറ്റി ഒന്ന് പഠിക്കാം. നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഒരു പ്ലെയിൻ മിറർ ആണ്. ഓക്കെ, ചിന്തിക്കുക, നമ്മുടെ കയ്യിലുള്ളത് പ്ലെയിൻ മിറർ. പ്ലെയിൻ മിറർ വരയ്ക്കുന്നത് ഒരു നീളത്തിൽ വര വരയ്ക്കുക, താഴെ ഇങ്ങനെ ശരിയില്ല. എന്താണ് പ്ലെയിൻ മിറർ? എന്താണ് പ്ലെയിൻ മിറർ? പ്ലെയിൻ മിററിന്റെ ഒരു സർഫസ് സ്മൂത്ത് ആക്കി മറ്റേ സർഫസ് നമ്മൾ കളർ ചെയ്യും. ഓക്കെ, പ്ലെയിൻ മിററിന്റെ ഒരു സർഫസ് എന്തായിരിക്കും? സ്മൂത്ത് ആയിരിക്കും, മറ്റേ സർഫസ് എന്തായിരിക്കും? കളർഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ലൈറ്റ് വന്ന് വീഴുകയാണ്. ഓക്കെ, ലൈറ്റ് വന്ന് വീഴുന്നു. വീഴുന്ന ലൈറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ. വീഴുന്ന ലൈറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ. or the light which strikes the surface is called as incident ray. Incident ray, വരുന്ന പ്രകാശം, വന്ന് വീഴുന്ന പ്രകാശം എന്ന് വേണമെങ്കിൽ പറയാം ഇൻസിഡന്റ്. ഇനി അപ്പോൾ തിരിച്ചു പോകണമല്ലോ. യെസ്, തിരിച്ചു പോകുന്ന പ്രകാശത്തെ നമ്മൾ പറയുന്നതാണ് റിഫ്ലക്റ്റർ റേ. നമ്മൾ ഈ റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചിന്തിക്കേണ്ട കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കണം ഈ ഒരു ആരോ. ഓക്കെ, ഈ ഒരു ആരോ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കാരണം ഒരു റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചിന്തിക്കുന്ന കാര്യമാണ് ആരോസ്. ആരോസ് ഷോസ് ദ ഡയറക്ഷൻസ്. ക്ലിയർ? ഓക്കെ, ഇവിടെ ഇൻസിഡന്റ് റേ ഉണ്ട്, 2 റേ എന്ന് പറഞ്ഞു. ഒന്നാമത്തേതാണ് ഇൻസിഡന്റ് റേ, രണ്ടാമത്തെ പറയുന്നതാണ് പതന കിരണം. പതന കിരണം, വന്ന് വീഴുന്ന കിരണം. ഇനി അവിടെ തിരിച്ചു പോകുന്ന കിരണം എന്താണ്? പ്രതിപതന കിരണം, അതായത് തിരിച്ചു പോകുന്ന കിരണം. ഇനി അവിടെ എല്ലാവരും 2 കാര്യം ചോദിക്കുന്നുണ്ട്. ലംബം കാണിക്കുന്നുണ്ട്, പതനകോൺ കാണിക്കുന്നുണ്ട്, പ്രതിപതനകോൺ. എന്താണ് അതൊക്കെ? എന്താണ് ലംബം? നമ്മുടെ ഇൻസിഡന്റ് റേ വന്നിരിക്കുന്നുണ്ടല്ലോ പ്ലെയിൻ സർഫസിൽ. ആ പ്ലെയിൻ സർഫസിൽ ആ ഒരു പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വര വരച്ചാൽ അതിനെയാണ് നമ്മൾ നോർമൽ അഥവാ ലംബം എന്ന് പറയുന്നത്. നോർമൽ അഥവാ ലംബം എന്ന് മലയാളത്തിൽ പറയാം. ഓക്കെ, എന്താണ് ലംബം? The line drawn perpendicular to the mirror at the point of incidence is called the normal. അതായത് ഇൻസിഡന്റ് റേ വന്നിരിക്കുന്നു, ഒരു പോയിന്റ് വന്നിരിച്ചല്ലോ, ആ പോയിന്റിൽ നിന്നും നമ്മൾ
ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ അതിന് പറയുന്ന പേരാണ് ലംബം അല്ലെങ്കിൽ നോർമൽ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് വൺ. ഇനി അവിടെ പറയുന്നത് പതനകോണം. പതനകോണം അതായത് ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുണ്ടാക്കുന്ന ഒരു കോണളവ്, അതിന് പറയുന്ന പേര് ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് കോൾഡ് ആസ് ഇൻസിഡന്റ് angle. Clear? The angle between the normal and the incident ray, അല്ലെങ്കിൽ ലംബത്തിനും പതനകിരണത്തിനും ഇടയിലുള്ള കോണിനെയാണ് പതനകോണം എന്ന് പറയുന്നത്. ക്ലിയർ? അതോടൊപ്പം തന്നെ ഇപ്പോൾ നോക്കുക, പ്രതിപതന കോണം എന്തായിരിക്കും പറയാ? ലംബവും പ്രതിപതന കിരണവും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ പ്രതിപതന കോണം പറയുക. ഇവിടെ പറയുകയാണെങ്കിൽ the angle between normal and the reflected ray is called as refracted angle. Clear? ഇവിടെ ഇപ്പോൾ നാല് കാര്യങ്ങൾ കേട്ടു. ഫസ്റ്റ് വൺ ഈസ് ഇൻസിഡന്റ് റേ. എന്താണ് ഇൻസിഡന്റ് റേ? The ray which is strike the surface. The ray which strikes the surface. Second thing, reflected ray. എന്താണ് reflected ray? The ray which reflects from the surface. Third thing is normal. Normal N. എന്താണ് normal? The perpendicular from the point of intersections between incident ray and between IR and refracted ray. Next one is incident angle. Incident angle. നമുക്ക് അതിനെ ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നതാണ് കോൺ ഐ. ഇൻസിഡന്റ് ആംഗിൾ. നിങ്ങൾക്ക് ഇൻസിഡന്റ് ആംഗിൾ എന്താണ്? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് ഇൻസിഡന്റ് റേ. യെസ്. ദെൻ റിഫ്ലക്റ്റഡ് ആംഗിൾ നമുക്ക് അതിനെ പറയുന്നതാണ് കോൺ ആർ. ഓക്കേ, ആംഗിൾ ബിറ്റ്വീൻ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ normal and reflected ray. Clear? ഇത്ര കാര്യങ്ങൾ കിട്ടിയോ? ഓക്കേ, നമുക്ക് ഈ ഇൻസിഡന്റ് ആംഗിളും ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് ആംഗിളും തമ്മിലുള്ള ഒരു റിലേഷൻ സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഓക്കേ, ഇവിടെ ഇവിടെ കാണാം. ഇവിടെ ഒരു പ്ലെയിൻ മിറർ വെച്ചിട്ടുണ്ട്. ഓക്കേ, ഇവിടെ ഒരു പ്ലെയിൻ മിറർ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ടുണ്ട്. പ്രൊട്രാക്ടർ കാണാൻ സാധിക്കും 0, 10, 20, 30, 40, 50 and other directions 0, 10, 20, 30, 40, 50. Okay, like that. Okay, here one laser ray is used. Okay, ഇവിടെ നമ്മൾ laser ray വെച്ചിരിക്കുന്നു. 0 direction ആണ് നമുക്ക് 0 ലേക്ക് പോകുന്നു. 0 വഴി കടന്നു പോകുന്ന ഒരു ഇൻസിഡന്റ് റേ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. ഓക്കേ, നമുക്ക് ഇത് കണ്ടു നോക്കാം. ബാക്കി എന്താ അടുത്ത ഇൻസിഡന്റ് റേയുടെ ആംഗിൾ ഒന്ന് കൂട്ടി നോക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇൻസിഡന്റ് റേ എവിടെ വന്നിരിക്കുന്നത്? 10. ശരിയല്ലേ? ഇൻസിഡന്റ് റേ 10 വന്നിരിക്കുന്നു. റിഫ്ലക്റ്റഡ് റേ എവിടെ വന്നിരിക്കുന്നത്? 10. ഓക്കേ, നമുക്ക് അടുത്തത് നോക്കാം. നമുക്ക് ഇൻസിഡന്റ് റേ 20 വെച്ച് നോക്കിയാലോ? നോക്കാം. ഇൻസിഡന്റ് റേ നമ്മൾ 20 വെച്ചു. എന്താണ്? റിഫ്ലക്റ്റഡ് റേ 20 ലേക്ക് പോയി. അങ്ങനെയൊക്കെ നമുക്ക് 30 വെച്ച് നോക്കിയാലോ? 30 വെച്ച് നോക്കിയപ്പോഴും സെയിം. ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും സെയിം ഡയറക്ഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കാം ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും സെയിം തന്നെയാണ്. ശരിയല്ലേ? അതായത്
angle of incidence must be equal to angle of reflection. ശരിയല്ലേ? ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം തന്നെയായിരിക്കും. അതായത് 30 ഡിഗ്രി ഇൻസിഡന്റ് റേ വന്നാൽ എന്ത് സംഭവിക്കുന്നു? 30 ഡിഗ്രി ഇൻസിഡന്റ് റേ വന്നാൽ എന്ത് സംഭവിക്കുന്നു? റിഫ്ലക്റ്റഡ് ആംഗിൾ എത്രയായിരിക്കും? 30 തന്നെ. ശരിയല്ലേ? 30 ഡിഗ്രി. 40 വന്നാലോ? 40 തന്നെ. 50 വന്നാലോ? 50 തന്നെ. അതായത് ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും സെയിം തന്നെ. നമ്മുടെ പഴയ ഡയഗ്രം എടുത്താൽ നോക്കിക്കേ, ഈ ഇൻസിഡന്റ് ആംഗിൾ അതായത് പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ഓക്കെ, പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. എപ്പോഴും ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും സെയിം തന്നെയായിരിക്കും. ക്ലിയർ? ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ മുഴുവൻ പഠിച്ചത് എന്തൊക്കെയാണ്? ലൈറ്റിനെ പറ്റിയാണ് പഠിച്ചത്. നമ്മൾ പൊതുവെ നമ്മുടെ ലൈറ്റിനെ പറ്റിയാണ് പഠിച്ചത്. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്. പിന്നെ പഠിച്ചു ലൈറ്റ് ഹെൽപ്പ് us to see the things around us പഠിച്ചു. പിന്നെ പഠിച്ചത് എന്താണ്? ലൈറ്റിന്റെ കുറച്ചേറെ പ്രതിഭാസങ്ങൾ. ഒന്നാമത്തെ പ്രതിഭാസമാണ് പഠിച്ചത് റിഫ്ലക്ഷൻ എന്ന് പറയുന്നതാണ്. the bouncing back of light എന്ന് പഠിച്ചു. അതിനുശേഷം എന്താണ് റിഫ്ലക്ഷൻ എന്ന് പഠിച്ചു, ഡിഫ്യൂസർ എന്ന് പഠിച്ചു, റെഗുലർ എന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ നേരെ കയറുന്ന എങ്ങനെയാണ് ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് എന്ന് പഠിച്ചു. എങ്ങനെയാണ് വസ്തുവിനെ കാണുന്നത്? ലൈറ്റ് വന്ന് വസ്തുവിലടിച്ച് തിരിച്ച് നമ്മുടെ കണ്ണിൽ വരുമ്പോൾ മാത്രമായി നമുക്ക് ആ വസ്തുവിനെ കാണുക എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് പ്ലെയിൻ മിററിനെ പറ്റിയാണ്. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർഫസ് കളർഡ് ആയിട്ടും മറ്റൊരു സർഫസ് സ്മൂത്ത് സർഫസ് ആയിട്ടുള്ളതാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇനി അതിനുശേഷം പ്ലെയിൻ മിററിന്റെ 3 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് 3 പ്രോപ്പർട്ടി? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ഒബ്ജക്റ്റും സൈസ് ഓഫ് ദ ഇമേജും സെയിം തന്നെയാണ്. രണ്ടാമത് പഠിച്ചത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ഫ്രം ദ മിറർ ബി സെയിം ആയിരിക്കും. മൂന്നാമത് എന്താണ്? ഇറ്റ് കോസ് ദ ലാറ്ററൽ ഇൻവേർഷൻ, തരംതിരിഞ്ഞ ഇമേജ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്താണ്? എങ്ങനെയാണ് ഒരു വസ്തുവിൽ ഇമേജസിന്റെ ഡയറക്ഷൻസ് എന്തൊക്കെയായിരിക്കും അത് നമ്മൾ കണ്ടു. ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ഇൻസിഡന്റ് ആംഗിൾ, റിഫ്ലക്റ്റഡ് ആംഗിൾ, ഇതെല്ലാം നമ്മൾ കണ്ടു. എന്താണ് ഇൻസിഡന്റ് റേ? വന്നിരിക്കുന്ന റേ ആണ് നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. റിഫ്ലക്റ്റഡ് റേ എന്താണ്? തിരിച്ചു പോകുന്ന റേ ആണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഈ ലംബം എന്ന് പറയുന്നതാണ് പെർപെൻഡിക്കുലർ which drawn in the point of interface. അതായത് നമ്മൾ ആ വന്നിരിക്കുന്ന സ്ഥലത്ത് ഇൻസിഡന്റ് റേ വന്നിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന രേഖയാണ് നമ്മൾ പറയുന്നത് ലംബം അഥവാ നോർമൽ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ലംബവും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ഇൻസിഡന്റ് ആംഗിൾ എന്ന് പഠിച്ചത്. അതിനുശേഷം റിഫ്ലക്റ്റഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലംബവും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളാണ്. അതിനുശേഷം നമ്മൾ ഒരു ആക്ടിവിറ്റി കണ്ടു. ആ ആക്ടിവിറ്റിക്കാർ നമ്മൾ കണ്ടത് മേജർ റിലേഷൻ ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം തന്നെയായിരിക്കും. അതായത് 30 ഡിഗ്രിയിൽ വന്നിരിക്കുന്നവരിലേക്ക് 30 ഡിഗ്രി തന്നെയായിരിക്കും തിരിച്ചു പോകുക. 40 ഡിഗ്രി വന്നാൽ 40 ഡിഗ്രി. ഓക്കെ, എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കി സെക്ഷൻസുമായിട്ട് ഓക്കെ, താങ്ക് യു.